നമ്മളുടെ സീൻ എടുക്കാൻ നേരത്തെ ഇവർക്ക് സീൻ ഉണ്ടാവില്ല. അപ്പോൾ ഒരുത്ത പട്ടീസും ചുറ്റി നടക്കണ്, ഒരുത്തൻ കൂടെ ഐസും വെച്ച് നടക്കണ്, ഒരുത്ത കിടന്ന് നിലവിളിക്കണ്. കാരണം ഇടി തൂക്കിയിട്ടേക്കണവരാണ്. ടോയിനോ പറഞ്ഞാൽ പുതിയതായിട്ട് ഇടികൊള്ളാൻ വന്ന ആളുകളാണ്. എൻ്റെ ജിമ്മിൻ്റെ പേരാണ് ഈ ജിംഖാന എന്നുള്ളത്. ഞങ്ങൾ കരയിൽ നിന്നിട്ടുള്ള കളിയാണല്ലോ, ഞങ്ങൾ കളത്തിൽ ഇറങ്ങിയിട്ടുള്ള അടിയിൽ ഉന്തയും തള്ളയൊക്കെ ചെയ്യുന്ന ഒരു സീനാണ് ഞാൻ സാറിന്. പുള്ളിനെ കണ്ടു തീർന്നപ്പോൾ തന്നെ ആ സീൻ തീർന്നു. ലുക്മാൻ അടക്കമുള്ളവരെല്ലാം ഒരു 6 മാസത്തെ വർക്കൗട്ടും ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് 6 പാക്ക് ബോഡി ആയിട്ടാണ് ഇവരവിടെ വരുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എല്ലാ അച്ഛന്മാരെ പോലെ ഒന്നും ഞാൻ പറയില്ല, ഒന്നല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് പോകാൻ. നിനക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്നിൽ നിനക്ക് ഡോക്ടർ ആവാം അല്ലെ എഞ്ചിനീയർ ആവാം. എന്താ പറഞ്ഞാൽ വളരെ സീരിയസ് ആണ്. അപ്പോഴേ പറഞ്ഞു സിനിമ പറഞ്ഞു ലുക്ക് മാത്രമേ ഉള്ളൂ, ശരിക്കും സീരിയസ് അല്ല. സിനിമയിൽ എന്തോരം നല്ല കാര്യങ്ങൾ നടക്കുന്ന സിനിമകൾ വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നിട്ട് അത് ഫോളോ അപ്പ് ചെയ്തെന്താണ്? വയലൻസ് മാത്രം എന്താണ് എടുക്കുന്നത്? വയലൻസ് വന്നു കഴിഞ്ഞാൽ അത് സിനിമ കാരണം, ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ അത് ദൃശ്യം കാരണം. രോഗമാണ് പകരണത്, ആരോഗ്യം പകരൂല. ഷംസു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഗംഭീര ക്യാരക്ടറാണ്. അതേതിലാണെന്ന് ചോദിച്ചില്ല, അതേതിലാണെന്ന് ചോദിച്ചില്ല. അത് ഇതിലെ മറുമായത്തിൽ ജിംഖാനയിലാണ്. എല്ലാവർക്കും കൗമുദി മൂവീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം ഉള്ളത് ആലപ്പുഴ ജിംഖാനയുടെ ടീമാണ്. ആദ്യം സ്വാഗതം ചെയ്യുന്ന എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ആദ്യം ആരുടെ അടുത്ത് നിന്ന് തുടങ്ങുന്നത്? നസീർക്കയുടെ അടുത്ത് നിന്ന് തുടങ്ങണോ അതോ അവിടെ സൈലന്റ് ആയിട്ട് ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്? എല്ലായിടത്തും തന്നെ തുടങ്ങാല്ലേ, സീനിയേഴ്സ് ഫസ്റ്റ് എന്ന് പറയുന്നത് പോലെ. ശരിക്കും ഈ വാഴയിൽ നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്ന ഒരു അച്ഛനെയാണ് നമ്മൾ കണ്ടത്. ഇതിലേക്ക് വരാൻ നേരത്തെ ഒരു ബോക്സിംഗ് കോച്ച് എന്നാണ് ആ ട്രെയിലറിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ എങ്ങനെയായിരുന്നു ശരിക്കും ഈ ഒരു കഥാപാത്രത്തിലേക്ക് എത്തിയത്? ഒരു കോച്ച് ഇപ്പോൾ ഫിസിക്കൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ കഥാപാത്രത്തിന്റെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? കഥാപാത്രത്തിലേക്കുള്ള ഒരു അപ്രോച്ച്. ഇതിൽ സലീം ഖാൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ്. സലീം എന്നാണ് പേര്, ഇവർ വിളിക്കുന്നത് സലീം ഖാൻ എന്നാണ്. എൻ്റെ ജിമ്മിൻ്റെ പേരാണ് ഈ ജിംഖാന എന്നുള്ളത്. ഓക്കെ, ഇവര് നമ്മുടെ അടുത്ത് വരുന്നു, അതായത് പറയുന്നുണ്ടല്ലോ, അങ്ങനെ വരുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, അവർ മത്സരത്തിന് പോകുന്നു. അതിൽ എന്റെ ഭാഗം എന്തായിരുന്നു? ഞാൻ ഇവരുടെ കോച്ച്, ഞാൻ നടത്തുന്ന സ്ഥാപനമാണ് ഈ ജിംഖാന എന്ന് പറയുന്നത്. അപ്പോൾ അവരിവിടെ വരുന്നു, ഇവർക്ക് ഇതിൻ്റെ ബേസിക് പാഠങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. മത്സരിക്കാൻ കൊണ്ടുപോകുന്നില്ല, ഞാൻ ചുമതലപ്പെടുത്തി വിടുകയാണ്. ചുമതലപ്പെടുത്തി ഈ മാന്യ വ്യക്തിയെ ചുമതലപ്പെടുത്തി ഇട്ടിട്ടുള്ളതാണ്. ഈ ചുമതലകൾ നിർവഹിക്കുന്ന കാര്യത്തിൽ നമ്മളുടെ സ്വന്തം ചേട്ടന് പേര് പറഞ്ഞു കളിക്കാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് പ്യാരിജാത് മാത്രം എന്റെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. പേര് വരുന്നവരെയൊക്കെ കൂടുതൽ നമ്മൾ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഞാനൊക്കെ മറിമായത്തിന്റെ ഒരു ഹ്യൂജ് ഫാനാണ് കേട്ടോ. അപ്പോ ആ കൊണ്ടുപോയിട്ട് അങ്ങോട്ടുള്ളത് ഇനി ഷംസു എന്നുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ. വലിയ ജിമ്മും സെറ്റപ്പൊന്നും അല്ല. നസീർക്കയുടെ ക്യാരക്ടർ ഒരു എർത്തായിട്ട് ആ നാട്ടിൽ നിൽക്കുന്ന ഒരാൾ. ഇവർക്ക് ഇങ്ങനെ ഇത് ബോക്സിങ് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് വരെയും അവർ ആദ്യ പാഠങ്ങളൊക്കെ നസീർക്ക് പഠിപ്പിക്കുകയും ഇവർ മത്സരത്തിന് കൊണ്ടുപോകാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയാണ്. എൻ്റെ നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറാണ് ഞാൻ. അവരുടെ ഇഷ്ടങ്ങൾക്കൊപ്പം നിൽക്കാതെ അവരെ പരമാവധി ഉപദ്രവിക്കുകയും പാതി വഴിയിൽ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യണ പോലത്തെ ഒരു ക്യാരക്ടറാണ്. അതെ, അത് കൊണ്ടുവരുന്ന ഇവരൊരു സ്റ്റേറ്റ് കോമ്പറ്റീഷനാണല്ലോ വരുന്നത്. അപ്പോൾ നമ്മളെ ഏൽപ്പിക്കും, നമ്മൾ പണി നന്നായിട്ട് പഠിപ്പിച്ചു കൊടുത്ത് പറഞ്ഞയക്കുന്നതാണ് കഥ. ഇതില് ഞാൻ ഇപ്പൊ എന്റെ എല്ലാ സിനിമകളും കാണാൻ നേരത്തെ ഇപ്പൊ ഹണി ബീലാണെങ്കിലും ശരി, വിറപ്പിക്കുന്ന ക്യാരക്ടേഴ്സ് എന്താ ആ ഒരു ഇതില് മറ്റ് കഥാപാത്രങ്ങളിൽ നിന്ന് ഇതിലും ആരെങ്കിലും ഒക്കെ പേടിപ്പിക്കുന്നുണ്ടോ? നോർമൽ അല്ല, നമ്മള് വളരെ പ്രൊഫഷണലായിട്ട് സ്പോർട്സിനെ സമീപിക്കുന്ന, നല്ല ശരിക്കും മത്സരിക്കാൻ വന്നവരാണ്. ഇവര് വന്ന വരവ് ശരിയല്ല, ഇവരെ പണി പഠിപ്പിക്കലാണ് ഞങ്ങളുടെ പണി. ഞങ്ങളുടെ ടീം, ഞാൻ കൊല്ലം ടീമിന്റെ കോച്ചാണ്. ഇവര് ആലപ്പുഴ ടീമും കൊല്ലം ടീമും ഒക്കെയാണ് മത്സരിക്കുന്നത്. കൊല്ലം ടീമിന്റെ കോച്ചാണ് ഞാൻ. അപ്പൊ എതിർ നിൽക്കുന്ന ആളാണ് നന്നായിട്ട്. അപ്പോ പണിയൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും എതിരാളിയാണ്. എനിക്ക് അത് വിട്ടിട്ട് പക്ഷെ അടിപൊളി ലുക്കാണല്ലോ. നല്ല സീരിയസ് വന്നോണ്ട് എന്താ പറഞ്ഞു, വളരെ സീരിയസ് ആണ്. അപ്പോഴേ പറഞ്ഞു സിനിമ പറഞ്ഞു ലുക്ക് മാത്രമേ ഉള്ളൂ, ശരിക്കും സീരിയസ് അല്ല. ഈ ശരിക്കും ഞാൻ ചേട്ടൻ്റെ കണ്ടിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സിലാണെങ്കിൽ തന്നെ
ഭയങ്കര ആദ്യം പറഞ്ഞതുപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള റോൾസ് തന്നെ തോന്നിയിട്ടില്ലേ എനിക്ക് ഒരു അച്ഛൻ കഥാപാത്രം അല്ലെങ്കിൽ ഇപ്പൊ നസീർക്ക് ചെയ്തിട്ടുള്ള കോമഡി ആരും വിളിക്കുന്നില്ല. അതുകൊണ്ടാണ് അല്ലാതെ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടല്ല. എനിക്ക് വേണ്ടാഞ്ഞിട്ടാന്നാണ് വിചാരിച്ച്. അല്ലാതെ ഓരോ സമയത്ത് അങ്ങനത്തെ വേഷങ്ങൾ കിട്ടുമ്പോഴേ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ. നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ അവസരം വരും, അപ്പൊ നമ്മൾ ചെയ്യും. പക്ഷെ ആളുകൾക്ക് അവിടെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് എനിക്ക് എല്ലാ തരത്തിലുള്ള കോമഡി ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഇതിന്റെ പുറകെ നടക്കുന്നത്. തീർച്ചയായിട്ടും അതുണ്ട്. ഉറപ്പായിട്ടും ആഗ്രഹം ഉണ്ടല്ലോ. നമ്മൾ ആഗ്രഹിക്കും, പറയും, ചോദിക്കും, ചോദിക്കാവുന്നവരോട് ചോദിക്കും. എനിക്ക് തോന്നുന്നു ഈ കണ്ട ആളുകൾക്ക് ഒരു ടെർഫിക് വില്ലൻ മനസ്സിൽ പതിഞ്ഞു പോയതായിരിക്കും. ഈ ഇപ്പം ഗാലിദ് റഹ്മാൻ ചിത്രം എന്ന് പറയുമ്പോൾ തന്നെ ഓൾറെഡി തല്ലുമാല ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിരുന്നു. അത് ഫുൾ അടി പോയിട്ട് പൊടി പൂരമായിരുന്നു. അപ്പൊ ഇതിന്റെ ട്രെയിലറും കാണാൻ നേരത്ത് ഫുൾ ഇടിയായിരിക്കും. ആർക്കെങ്കിലും അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയിരുന്നു? ഞങ്ങള് ഇനി പഠിപ്പിച്ചു വിട്ട ആളുകളായതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല. കരയിൽ നിന്നിട്ടുള്ള കളിയാണല്ലോ, ഞങ്ങൾ കളത്തിൽ ഇറങ്ങിയിട്ടുള്ള അടിയില്ല. മൊത്തം ഐഡിയ കൊടുത്തേക്കുന്ന ഐഡിയ സപ്ലൈ ആണ്. ഐഡിയ മാത്രമേ ചോദിച്ചപ്പോ തന്നെ പറഞ്ഞാണ് ജിംഖാന എന്റെ സ്വന്തം ഇതാണ്, ഞാനാണ് കോച്ച്. അപ്പൊ അപ്പുറം എന്ന് പറയാൻ ഞാൻ കൊല്ലത്തിന്റെ കോച്ചാണ്. 2 കോച്ചുമാരായിട്ട് 2 കളത്തിൽ ഇറങ്ങിയിട്ടുള്ള പരിപാടി ഇടി മുഴുവൻ കൊണ്ടത് ഓർക്കിട്ടാണ് പിള്ളേര് തമ്മിലാണ്. അത് ഉഗ്രൻ ഇടിയാട്ടോ, ഉഗ്രൻ ഇടിയടി. ഈ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഒറിജിനൽ ആണെന്നുള്ളൊരു നിങ്ങൾ അവരെ ഈ പറയുന്നവരെല്ലാം തന്നെ ഇപ്പൊ ഗണപതി ആണെങ്കിലും നെസ്റ്റ് ആണെങ്കിലും ഈ ബാക്കി ടീം എൻ്റെ ടീം അവരെല്ലാം ലുക്മാൻ അടക്കമുള്ളവരെല്ലാം ഒരു 6 മാസത്തെ വർക്കൗട്ട്സും ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് 6 പാക്ക് ബോഡി ആയിട്ടാണ് ഇവരവിടെ വരുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇതിനു മുമ്പ് ഇവരെല്ലാം എനിക്ക് പരിചയമുള്ളതാണല്ലോ, നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും പണിയെടുത്തിട്ടുണ്ട് അവർ. അതാ ട്രെയിലറിൽ കണ്ടാലേ അറിയാം എല്ലാവരുടെയും ഇടപെടലം മാറി കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ബിബിജി ആണെങ്കിലും എല്ലാവരും തന്നെ നന്നായിട്ട് അത് തന്നെ ഭയങ്കരമായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. തയ്യാറെടുപ്പ് നടത്തുകയും ശാരീരികമായിട്ട് ഒരുങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ക്യാരക്ടർ. ഈ കോച്ചുമാരുടെ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയായിരുന്നു? അല്ല, നമ്മൾ ഡയറക്ടർ അടക്കം ബോക്സിംഗ് പഠിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോട് നമ്മളിതെല്ലാം നോക്കി നിന്നു. അല്ല, അതിന് ട്രെയിനർ ഉണ്ടല്ലോ, പുള്ളി കാണിച്ചു തരും എങ്ങനെയാണ് കൈ പിടിക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. ചെറിയൊരു സ്നേഹമുള്ളതുകൊണ്ട് നമ്മളെ ഇതിൽ കൊണ്ടതിന്റെ ഇടയിൽ കൊണ്ടേ ഇട്ടിട്ടില്ല. അബു സലീംക്ക് ഉണ്ട് കേട്ടോ, നമ്മുടെ അബു സലീംക്ക് ഇതേപോലെ ഞങ്ങളെ പോലെ തന്നെ ഒരു വേറൊരു കോച്ചാ. പക്ഷെ പിന്നെയും കുറച്ചും കൂടെ കായികമായിട്ട് നന്നായിട്ട് അറിയാം, പണി അറിയാം കുറച്ചൊക്കെ. അതാണ് നമ്മളെല്ലാം പോയി അതിന്റെ ഇടയിൽ ഞാനൊക്കെ പോയി നിന്ന് ഒരു ചെറിയ പരിപാടിയിൽ ഞാൻ നിന്നപ്പോ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ഞങ്ങളൊക്കെയാണ് ബോക്സിങ്ങിന് ഓപ്പോസിറ്റ് ഇരിക്കുന്നെങ്കിൽ ഓപ്പോസിറ്റ് ഇടിക്കാൻ നിൽക്കുന്നതിന് എളുപ്പം, ഒറ്റ ഇടിക്കുന്ന താഴെ വീഴും. ഒത്തിരി ഇടിക്കുന്ന ഒരു വെയിറ്റ് ആണ് അങ്ങനെ. ഇപ്പോ നമ്മള് സിനിമയുടെ ഇടി കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞായിരുന്നു. പക്ഷേ ഗാലിദ് റഹ്മാൻ എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ സിനിമയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഈ അടിയിടി പൊടി പൂരത്തിനിടയിൽ തന്നെയായിട്ട് ആളുകൾ തമ്മിൽ ഒരു വലിയൊരു കണക്ഷൻസ്, ഇമോഷണൽ കണക്ഷൻസ് കാണിക്കുന്ന ഒരു സിനിമ. ഇപ്പോൾ തല്ലുമാലയെ തന്നെയാണെങ്കിൽ അത് വളരെ നല്ലൊരു സൗഹൃദം അതിനിടയിൽ കാണിക്കുന്നുണ്ട്. എന്തിനും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ മറ്റ് ചിത്രങ്ങളാണെങ്കിലും നോക്കുമ്പോൾ അപ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റി തന്നെ നമുക്ക് ഇവിടെയും ഫീൽ ചെയ്യാവോ? തിരക്കഥയിൽ ശരിക്കും ആകർഷിച്ച ആ ഒരു ഫാക്ട് എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ എല്ലാ പടം എടുത്ത് നോക്കിയുള്ളൂ, എല്ലാം ഡിഫറെന്റ് ജോണറിലുള്ള കഥകളാണെല്ലാം. ഉണ്ട പോലെയല്ല, നമ്മുടെ കരിക്കും വെള്ളം, എല്ലാ കരിക്കും വെള്ളം, അതുപോലെ എല്ലാം അങ്ങനെ മാറ്റങ്ങളുണ്ട്. ഉണ്ട്, പക്ഷെ അതിനകത്ത് എല്ലാം ഒരു എവിടേക്കോ ഒരു ഈ പറഞ്ഞ ഇമോഷൻ കൊണ്ടുപോകുന്നുണ്ട്. അത് ഇതിൻ്റെ അകത്തും ഉണ്ടാവും. അല്ല, അതെന്താണെന്ന് നമ്മൾ പറയുന്നില്ല. അത് സിനിമ കാണുമ്പോൾ സിനിമ കൂടെ എന്തായിരിക്കാം എന്നോട് ചോദിക്കണ്ട, അങ്ങനെയൊന്നും ഞാൻ ലീക്കാക്കില്ല. അല്ല, ഞാൻ പോലും ഫ്രഷ് ആയിട്ടില്ല. ആ ഒരു ഏജിലല്ല, കുറെ കൂടെ ചെറിയ പിള്ളേരുടെ പരിപാടി. ഇപ്പൊ തല്ലുമാലയിൽ അതിനേക്കാൾ കുറച്ചുകൂടി ജൂനിയർ ആയിട്ടുള്ള പിള്ളേരുടെ ഇടയിൽ നടക്കുന്ന യങ്സ്റ്റേഴ്സിന്റെ സൗഹൃദത്തിന്റെ ഒരു അടുപ്പമുണ്ട്, അവരുടെ ഫാമിലി ഉണ്ട്, അവരുടെ ലവ് അഫെയർസ് ഉണ്ട്, എല്ലാം ചേർന്ന ഒരു യൂത്തിന് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന, യൂത്തിനല്ല എല്ലാവർക്കും എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമ. പ്ലസ് ടു അത് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ തന്നെ പറഞ്ഞിരുന്നു. പ്ലസ് ടുവിലേക്ക് അവരുടെ ആ ഒരു മെച്യൂരിറ്റി ഉള്ള അതിലെ പ്രണയം ഒക്കെ എല്ലാം ഉണ്ട്. ഇപ്പോ ഇത്രയും നാളും രണ്ടുപേരും ചേട്ടൻ സ്വാഭാവികമായിട്ട് സിനിമയിൽ ഇപ്പോ തുടങ്ങിയിട്ട് എന്നേക്കാളും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാവും, ഒരു സിനിമ സംവിധാനം ചെയ്തു. അതെ അതെ അതെ.
ഞങ്ങളൊന്നും അവിടെ വരെ എത്തിയിട്ടില്ല. അതറിഞ്ഞിരുന്നു. മറിമായം ടീം ഫുള്ളും ഉണ്ടായിരുന്നു ആ സിനിമയില്. അത് അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയായിരുന്നു ചേട്ടൻ പറഞ്ഞിട്ടുമുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പറഞ്ഞു തന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എണ്ണത്തിൽ കൂടുതൽ നിങ്ങൾ രണ്ടുപേരായിരിക്കുമല്ലോ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത്രയും വർഷത്തില് ഈ ഒരു കാലയളവില് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ ഏറ്റവും കൂടുതൽ ക്ലോസ് ടു ഹേർട്ടായിട്ട് തോന്നിയത് ഏതായിരുന്നു? എന്നോടാണ് ഫസ്റ്റ്. എല്ലാവരോടുമായിട്ടും. ഇപ്പൊ ചേട്ടൻ ഞാനൊരു 100-150 പടത്തിനടുത്ത് അഭിനയിച്ചിട്ടുണ്ടാവും എൻ്റെ ഒരു കണക്ക് പ്രകാരം. അതിൽ ഒരു സമയത്ത് മുഴുവൻ കിട്ടിയിരുന്നത് തമാശ നടന്ന വേഷങ്ങളായിരുന്നു. ശരിക്കും റോഷാക്കൊക്കെ തൊട്ടായിരിക്കാം ബാബുട്ടിയുടെ നാമത്തിൽ എന്ന് പറയുന്ന സിനിമയിലൊരു നല്ലൊരു ക്യാരക്ടറായിരുന്നു. ഇത്തിരി സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് പറഞ്ഞത് കേട്ടോ. ബാക്കി എല്ലാം നല്ല ക്യാരക്ടറൊക്കെ തന്നെയാണ്, ഞാൻ പറഞ്ഞതല്ല. കുറച്ചുകൂടെ നമ്മളൊരു നമ്മൾ നോട്ടീസ് ചെയ്യപ്പെടുക എന്ന് പറയില്ലേ, സ്റ്റീരിയോടൈപ്പ് പൊട്ടിച്ചു വന്നു. അതിപ്പോൾ റോഷാക്ക് ഉണ്ടായിരുന്നു, വാഴയുണ്ട്, തലവനുണ്ട്, അന്വേഷിപ്പിൻ കണ്ടെത്തുന്നുണ്ട്, അങ്ങനെ കുറേ പടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം നമുക്ക് പ്രിയപ്പെട്ട വേഷങ്ങളുമാണ്. ഞാനും ഏതെങ്കിലും ഒന്ന് എടുത്തു പറയാൻ കാണുമല്ലോ. കാരണം ഇപ്പൊ വാഴയിലെ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഡയലോഗ് തന്നെ ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ്. എല്ലാ അച്ഛന്മാരെ പോലെ ഒന്നും ഞാൻ പറയില്ല. ഒന്നല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് പോകാൻ, നിനക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നിലേക്ക് ഡോക്ടറാവോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിനോ. ഞാൻ ഭയങ്കര കൂൾ അച്ഛൻ, എല്ലാവരെ പോലും പറയില്ല. റോഷാക്കും അതുപോലെ തന്നെ വാഴയും വളരെ പ്രിയപ്പെട്ട ക്യാരക്ടറാണ്. അതിൽ റോഷാക്കിൽ അങ്ങനത്തെ ഒരു ഇമോഷൻ അല്ലല്ലോ. വാഴയിൽ ഈ പറഞ്ഞ ടോക്സിക്കായിട്ട് ഇങ്ങനെ തുടങ്ങി വന്ന് ഇയാളുടെ ഒരവസ്ഥ നമ്മൾ അപ്പോൾ ഒരു ആക്ടർ നിലയിൽ എനിക്ക് കുറച്ചുകൂടി ഇമോഷൻ പ്രകടിപ്പിക്കാൻ പറ്റുന്നൊരു റോളായിരുന്നു. അത് പ്രിയപ്പെട്ട വേഷം തന്നെയാണ്. കഥാപാത്രത്തിന് പക്ഷേ പല ലേയേഴ്സ് ഉണ്ട്. അത് തുടക്കത്തിൽ ഡയലോഗിനേക്കാൾ കൂടുതൽ സൈലൻസ് ആയിരുന്നു. അയാളുടെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് വേറെ ഗെറ്റപ്പ് വരുന്ന കാണുമ്പോൾ തന്നെ ഇയാളെന്തോ ഒരു ദുരൂഹതയുള്ള പോലെ ഒരു കുഴപ്പം പിടിച്ചു തോന്നുന്നത്. അവിടെ അല്ല, ഞാൻ പിന്നെ അങ്ങനെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടൊന്നുമില്ല. ഞാൻ എണ്ണി പറയാവുന്ന സിനിമകൾ, നിങ്ങൾ ഈ അറിയുന്ന സിനിമകളിലൊക്കെ തന്നെ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ, കുറച്ച് പടങ്ങളിലൊക്കെ ഉള്ളു. അപ്പം അൻവറാണ് എനിക്ക് നല്ലൊരു കഥാപാത്രമായിട്ട് സിനിമയിൽ. ഞാൻ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടല്ല, വളരെ അങ്ങനെ കുറേ ഭാഗ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ അൻവർ കഴിഞ്ഞു, ഞാൻ വേറെ ജോലിയിലായിരുന്നു. അവന് വന്നും പോയൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന ആളാണ്. അൻവർ കഴിയുന്നു, ഹണീബി ഒക്കെ എനിക്ക് കിട്ടിയത്, അള്ളു രാമേന്ദ്രൻ കിട്ടുന്നത്. ഞാനങ്ങനെ ഒരു പ്രൊഫഷണൽ ആക്ടർ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ തോന്നിയിട്ടില്ല. അതിന് മാത്രം ഇപ്പോഴാണ് ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ടാണ് ഞാൻ നാട്ടിൽ വന്നിട്ട് സ്ഥിരം താമസമാക്കിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ സിനിമ തന്നെ പറയണമെന്നില്ല കേട്ടോ. അല്ല, സിനിമ ചെയ്തിട്ടുണ്ട്, തരക്കേടില്ലാതെ 10-20 സിനിമ ചെയ്തിട്ടുണ്ട്. സത്യനന്ദിക്കാട് സാറിന്റെ പടം ചെയ്തിട്ടുണ്ട്, പാച്ചു അത്ഭുതവിളക്കും ചെയ്തിട്ടുണ്ട്. അപ്പൊ എടുത്തു പറയാൻ ഒരു മുഴുനീള ക്യാരക്ടർ ഞാൻ സംവിധാനം ചെയ്ത പടത്തിൽ തന്നെയാണ് എനിക്ക് എടുത്തു പറയാൻ. ഓക്കെ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തത്. കണ്ടിട്ടുള്ള 80% ആളുകൾക്കും പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല അഭിപ്രായം പലരും വിളിച്ച് പറയുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ ഏറ്റവും അത് കഴിഞ്ഞാൽ പിന്നെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ഷെംസു ആണ്. ഷെംസു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഗംഭീര ക്യാരക്ടറാണ്. അത് ഏതിലാണെന്ന് ചോദിച്ചില്ല. അത് ഇതിലെ മറിമായത്തിലല്ലേ? അല്ല, അപ്പൊ മറിമായത്തില് പക്ഷെ എപ്പിസോഡ്സില് ഷംസു എന്ന് പറഞ്ഞാൽ ഇല്ല, ഈ പേരിൽ തന്നെയല്ല എല്ലാം ചെയ്യുന്നത്. അത് അതില് പ്യാരി അല്ലാതെയും ചേട്ടൻ ഒരുപാട് ഇല്ല, പ്യാരി തന്നെയാണ് പല ജാതി. പ്യാരിജാതൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ചെയ്യുന്ന റോള്. അതല്ലാതെ ഓരോ എപ്പിസോഡ് വരുമ്പോ ഓരോന്നായിട്ട് വന്നിട്ടുണ്ട്. പേര് തന്നെ അതാണ് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കാണാറുള്ള എപ്പിസോഡ്സ് മറിമായത്തിന്റെ ആയതുകൊണ്ട് എനിക്ക് അതേ സ്ട്രൈക്ക് ജിംഖാന കാണാത്തോണ്ട് ആ ഷംസ് എന്റെ മനസ്സിൽ നിൽക്കുന്ന നല്ല ക്യാരക്ടർ ഇതാണെന്നാ പറഞ്ഞത്. പക്ഷെ നമ്മള് കണ്ടിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് അത് ഏത് പടം ഒന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കിട്ടിയില്ല. എനിക്ക് ആ ഷെംസു ഏതിലാണ് ചെയ്തത്? അത് ആലപ്പുഴ ജിംഖാനയിലാണ്. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ആണ് കൊണ്ടുവന്നത്. ഇല്ല വർക്കായില്ല. കാരണം എനിക്ക് ആ അവിടെ നിന്ന് വന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് സ്ട്രൈക്ക് ആയിക്കൊണ്ടിരിക്കുക. ചേട്ടൻ എപ്പോഴും കാണാൻ നേരത്തെ എനിക്ക് മറ്റേ മെമ്പറൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഇതൊക്കെ എനിക്കതൊക്കെ ഒരുപാട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത് സത്യനന്ദിക്കാട് സാറിന്റെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ പടത്തിൽ ലാലേട്ടനായിട്ട് കോമ്പിനേഷൻ ചെയ്യാൻ പറ്റും. അത് ഗംഭീര അനുഭവമായിരുന്നു. പുള്ളി അത്രയും അടുപ്പമായിട്ട് കാണിക്കുക, പ്യാരി എന്ന് പേരെടുത്ത് വിളിക്കുകയൊക്കെ ചെയ്ത് തന്നെ. പ്യാരി ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. പുള്ളിനെ ഉന്തയും തള്ളയൊക്കെ ചെയ്യുന്ന ഒരു സീനാണ് ഞാൻ ലാൽ സാറിന്.
അപ്പോൾ എനിക്ക് പുള്ളീനെ കണ്ടു തീർന്നപ്പോൾ തന്നെ ആ സീൻ തീർന്നു. നമ്മൾ കണ്ണ് മുടി ഇതൊക്കെ ഇങ്ങനെ ഒന്ന് പരിശോധിച്ച് സംഭ്രമം കഴിഞ്ഞപ്പോൾ തന്നെ സീൻ തീർന്നു. എമ്പുരാൻ കണ്ടിരുന്നു എന്നിട്ട്? എമ്പുരാൻ കണ്ട് എല്ലാവരും കണ്ടോ? പിന്നെ എമ്പുരാൻ കാണാത്ത സിനിമാക്കാരുണ്ടാവില്ലല്ലോ അല്ലേ? ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര ഹൈപ്പില് പൊക്കോണ്ടിരിക്കുന്ന ഒരു സിനിമ. ടിക്കറ്റ് കിട്ടാറില്ല. അതെ അതെ അതെ. ഇപ്പോ ഈ ആലപ്പുഴ ജിംഖാനയുടെ ഒക്കെ തന്നെ ഒരു അടിയിടി ഒക്കെ ആയിട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ നമ്മളുടെ രാഷ്ട്രീയപരമായിട്ടോ സമാജപരമായിട്ടുള്ള വിഷയങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സിനിമയെ അറ്റാക്ക് ചെയ്യുന്നൊരു ഇതിപ്പോ നടക്കുന്നുണ്ടല്ലോ. അതായത് മാർക്കോയുടെ കാര്യം എല്ലാവരും ഇനിയിപ്പോൾ ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വയലൻസ് വന്നു കഴിഞ്ഞാൽ അത് സിനിമ കാരണം, ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ അത് ദൃശ്യം കാരണം, ആ ഒരു ഇത് തോന്നുന്നുണ്ടോ സിനിമകൾ ശരിക്കും ആളുകളെ വയലൻസും ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന്? അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ ഇവിടെ മദ്യം ഇറക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ബ്രാൻഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മദ്യപാൻ ആരോഗ്യത്തിന് ഹാനികരം. നമുക്കിത് വായിക്കാനും അറിയാം ഇത് കുഴപ്പമാണെന്നറിയാം. അപ്പോൾ ഇത് മേടിച്ച് ഇത് ഉപയോഗിക്കണോ വേണ്ടോ എന്നുള്ളത് ആ വ്യക്തിയുടെ തീരുമാനമാണ്. അതിന് മദ്യത്തെ കുറ്റം പറഞ്ഞ കാര്യമില്ല. പക്ഷെ മദ്യം ഇറക്കുന്നതും ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഇതെല്ലാം ഉണ്ട്. ഏത് യൂസ് ചെയ്യണം. സിനിമയിൽ എന്തോരം നല്ല കാര്യങ്ങൾ നടക്കുന്ന സിനിമകൾ വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നിട്ട് അത് ഫോളോ അപ്പ് ചെയ്തെന്താണ്? വയലൻസ് മാത്രം എന്താണ് എടുക്കുന്നത്? അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ആ എടുക്കുന്ന ആളോ അല്ലാണ്ട് തന്നെ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിലൊരു വയലൻസ് ഉള്ളവർത്തനായിരിക്കാം. നമ്മൾ സിനിമയെ കുറ്റം പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം എനിക്കതല്ലേ. സിനിമയായിട്ട് തന്നെ കാണാം. അതൊരു 2.5 മണിക്കൂർ നമുക്ക് എന്റർടൈൻ ചെയ്യാൻ, നമുക്ക് നടക്കാത്ത കാര്യങ്ങൾ നടന്നു കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. നമുക്കിപ്പോൾ ചെന്നിട്ട് ഒരു SI ഇടിക്കാൻ പറ്റില്ല. പക്ഷെ മമ്മൂക്കാക്ക ലാലേട്ടനെ തല്ല. അപ്പൊ നമ്മുടെ ഒരു വികാരം ഉണരുമ്പോ കൈയടിക്കാന്നൊക്കെ ഉള്ളൂ. പിന്നെ സിനിമകളും കലയും എപ്പോഴും ജനങ്ങളെ സ്വാധീനിക്കാറുണ്ട്. കാരണം നല്ലൊരു ട്രെൻഡിങ് ആയ വസ്ത്രം സിനിമയെ കണ്ടാൽ നമ്മളത് ഇടും ഇല്ലേ? എന്നിട്ട് ആ സിനിമയുടെ പേരും ഇടും. ഇത് മണിച്ചിത്രത്താഴ് ചുരിദാറ്, മറ്റത് ആടിലമുണ്ട്. അതുപോലെ ഒരുങ്ങി നടക്കാൻ ആഗ്രഹിക്കണവർ അത് അഡോപ്റ്റ് ചെയ്യും. നല്ലവനാകാൻ ശ്രമിക്കണവൻ അതിൻ്റെ നന്മ എടുക്കും. ഇത് നസീർക്ക പറഞ്ഞ പോലെ വയലൻസ് ഇഷ്ടമുള്ളവൻ അതിൻ്റെ വയലൻസ് കൊടുക്കും. പിന്നെ രോഗമാണ് പകരണത്, ആരോഗ്യം പകരൂല. കാരണം നല്ല ശീലം പകരൂല, രോഗം പകരും. അങ്ങനത്തെ ഒരു കുഴപ്പമാണ് ഇതിനുള്ളത്. നമുക്ക് നല്ലതും സ്വീകരിക്കുക, ചീത്തയും സ്വീകരിക്കുക. പിന്നെ സിനിമ കാരണമാകണ്ടെന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ ചെറിയ നിലക്ക് നമ്മളെ സ്വാധീനിക്കും അത്. ഇപ്പോൾ പാട്ട് പാടുന്നവൻ പാട്ട് ഇഷ്ടപ്പെട്ട് പാടും. നസീർക്കാർ പോലെ ഇമിറ്റേറ്റ് ചെയ്യണവൻ അതിൻ്റെ ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യും. അപ്പം ഏതാണോ നമ്മൾ ചൂസ് ചെയ്യണത് അതുപോലെ ഇരിക്കും. അത്രേ ഉള്ളൂ. അത് എടുക്കുന്നവൻ്റെ മാനസികാവസ്ഥ അത്രേ ഉള്ളൂ. പിന്നെ നമ്മളും ആലോചിക്കണല്ലോ, ഇപ്പം വയലൻസ് പുതിയ പിള്ളേരിൽ, പുതിയ ജനറേഷനിൽ വയലൻസ് എന്താ 90 കിഡ് അപ്പോൾ ഇവരെയൊക്കെ സൃഷ്ടിച്ച് ഇവരെയൊക്കെ വാർത്തെടുത്ത് 80 കിഡ് 70 കിഡ്സൊക്കെ ആലോചിക്കുന്നത് എവിടെയാണ് പണി പാളിയെന്ന്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ ഒരു പുതിയ തലമുറ കാണുന്നത് നമ്മുടെ മലയാള സിനിമ മാത്രമല്ല, അവര് കാണുന്ന കൊറിയൻ സിനിമകളൊക്കെയാണ്. അവിടെ ഇതിന്റെ 100 ഇരട്ടി വയലൻസ് ആണ് ഓരോ സിനിമയിലും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വയലൻസേ ആയിട്ട് അവർക്ക് തോന്നുന്നുണ്ടാവില്ല. ഇപ്പോഴത്തെ നമ്മുടെ സിനിമകളിൽ പോരെന്നായിരിക്കും അവർ പറഞ്ഞത്. നമ്മൾ ആരെയാണ് കണ്ണു കെട്ടാൻ പോണേ? ഇപ്പം നമ്മളുടെ കൂടെ ഉള്ളവരിൽ ഈ വയലൻസ് വരുന്നുണ്ടെങ്കിൽ അവരിൽ ഇത്രയും പ്രഷർ, ഈ സമ്മർദ്ദം അവർക്ക് ആരാണ് കൊടുത്തത്? എന്താണ് നമ്മളുടെ പണിയിൽ എവിടെ പാടൽ വന്നിട്ടുണ്ട് പിള്ളേർ വളർത്തുമ്പോൾ. അതുപോലെ ഇൻഫ്ലുവൻസ് അഥവാ ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിനിമകളിലൂടെ തന്നെ രാഷ്ട്രീയം പറയുന്ന സിനിമകളും ഉണ്ടല്ലോ. എന്നിട്ട് നാട് നന്നാവുന്നുണ്ടോ? ഇല്ല, അതും എടുത്തു പറഞ്ഞ ആരോഗ്യം പകരൂല, രോഗം പകരുന്നു പറഞ്ഞു. നമ്മളെന്ത് സ്വീകരിക്കണം അത് സിനിമയാണ്. അത് സിനിമയായിട്ട് ഇപ്പം നടക്കണ തന്നെ വിവാദം അതൊരു സിനിമയെ പറഞ്ഞേക്കാണ്. എല്ലാ രാഷ്ട്രീയക്കാരെയും, എല്ലാ മതത്തിനെയും, എല്ലാ സമൂഹത്തിനെയും സിനിമ വിമർശിക്കാറുണ്ട് ഇല്ലേ? അതൊരു സിനിമയുടെ വഴിക്ക് വിട്ടേക്കണം. അപ്പോൾ അതുമ്മ കിടന്ന് തൂങ്ങി സിനിമ തന്നെയാണ് ഇതൊക്കെ പറയണതിൽ അർത്ഥമില്ല. വാഴയുടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഒരു സീനൊക്കെ എടുക്കുന്ന നേരത്തെ ഇങ്ങനെ 18-19 ടേക്കൊക്കെ പോയിട്ടുണ്ടെന്ന്. ശരിക്കും ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാഴയുടെ ഇന്റർവ്യൂവില് അത് ചേട്ടന്റെ ടേക്കാണോ പോയത് അതോ സിജേട്ടന്റെ ടേക്കാണോ പോയത്? അത്രയൊന്നും ടേക്കൊന്നും വേണ്ടി വന്നിട്ടില്ല. പലപ്പോഴും നമ്മളൊന്ന് ഡയലോഗ് നോക്കി റിഹേഴ്സൽ തന്നെ ആയിരിക്കില്ല, അത് തന്നെ ടേക്കായിട്ടായിരിക്കും പോണേ. അത്രയും ഫ്രഷ്നെസ് കിട്ടുമായിരുന്നു ആ സമയത്ത്. നമ്മൾ ആദ്യം അഭിനയിക്കുന്നൊരു അഭിനയം ഉണ്ടല്ലോ. ശരിക്കും ഏത് സിനിമയിൽ ഏറ്റവും കൂടുതൽ റീടേക്സ് പോയിട്ടുള്ളത്? അങ്ങനെ ഏതെങ്കിലും സിനിമ ഉണ്ടോ?
റീടേക്ക് ഒക്കെ പോകാം എന്നുവെച്ചാൽ അതിപ്പോ നമുക്ക് മാത്രമല്ല എല്ലാവർക്കും റീടേക്ക് പോകും നമ്മുടെ കുഴപ്പം കറക്റ്റ് കൊണ്ടാണ് ആക്കിയാലും അപ്പുറത്ത് നിൽക്കുന്ന ആളെ തെറ്റിച്ചാലും മതി. നമുക്ക് സങ്കടം വരുന്നത് ചിലപ്പോൾ ചില സീനിൽ ഫുൾ ഡയലോഗ് നമുക്കായിരിക്കും, അവസാനം ഒരു ഡയലോഗ് അങ്ങേടുത്തുണ്ടാവും, അല്ലെങ്കിൽ അവിടെ അയാൾക്ക് ഫുൾ ഡയലോഗ് ഉണ്ടാവും, നമുക്ക് ഒരു ഡയലോഗ് ഉണ്ടാവും. ആ ഫുൾ ഡയലോഗ് പഠിച്ചിരിക്കുന്ന ആളെക്കാളും ടെൻഷനാണ് ഒരു ഡയലോഗ് പഠിച്ചത് നമുക്ക്. കാരണം പെർഫോം ചെയ്ത് വന്നിട്ട് കറക്റ്റ് സമയത്ത് നമ്മൾ പറഞ്ഞ് തെറ്റിപ്പോയാൽ തീർന്നു ശുഭം. ഒന്നുകൂടെ പറയണ്ടേ. നസീർ കടയൊക്കെ ഒറ്റ ടേക്കായിരുന്നു. ഇപ്പൊ ഈ ക്യാരക്ടറിന്റെ മുഴുവൻ ആകാരവും നസീർ കട ഫിസിക്കലുണ്ടായി നിന്നിട്ട് വെറുതെ നോർമലി ഒന്ന് പറഞ്ഞത്, ഞങ്ങൾ തമ്മിൽ സീനുണ്ടായി, നോർമലി ഒന്ന് പറഞ്ഞത് തന്നെ ഓക്കെയാണ്. റഹ്മാൻ ഒന്നും പറഞ്ഞില്ല, അത് മതി നസീർക്ക പക്കയാണ്, അത് മതി എന്ന് പറഞ്ഞു. വേറെ റീടേക്കൊന്നും ഉണ്ടായില്ല ഒന്നിനും, അല്ലേ? ഒക്കെ കുറവാ ദൈവം അനുഗ്രഹിച്ചത്. അടിപൊളി ഇടിപ്പടം ആണെന്നുള്ളൊരു ഇത് ട്രെയിലറിൽ നിന്നൊക്കെ മനസ്സിലായി. ഒരു പ്രത്യേകിച്ച് യൂത്തിന് ഇപ്പോൾ കൂടുതൽ താല്പര്യം അതിനോടൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ ഒരു അതായത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു USP എന്ന് പറയുന്നത് എന്തായിരിക്കും? കോമഡി പടാ. അത് എല്ലാ സിനിമയ്ക്കും അതിൻ്റെതായിട്ടുള്ളൊരു USP ഉണ്ടാവുമല്ലോ. എനിക്ക് തോന്നുന്നത് ബോക്സിങ് ഇത്രയും നല്ലൊരു സിനിമ ഉണ്ടായിട്ടുണ്ടോ? അതിന് ബോക്സിങ് ഇത്രയും പ്രൊഫഷണലായിട്ട് ഇതിനു മുമ്പ് പെപ്പയുടെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ അല്ലേ, ദാവീദ് ഉണ്ടായിരുന്നു. ഇതിനെ കുറച്ചുകൂടെ വ്യത്യാസം തോന്നും, റിയൽ ബോക്സിംഗ് ഫീൽ ചെയ്യും. മലയാളത്തിലെ പക്ഷേ ബോക്സിംഗ് സിനിമകൾ പണ്ട്, പക്ഷെ അതെല്ലാം സിനിമാറ്റിക് ബോക്സിംഗ് ആയിരുന്നു. ഒറിജിനൽ ബോക്സിംഗുമായിട്ട് അത് വ്യത്യാസം. ഒറിജിനൽ ബോക്സിംഗ് തന്നെ. ഇപ്പൊ ഒരു റൗണ്ട് എന്ന് പറഞ്ഞ റൗണ്ട് ഇടി തന്നെ പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്തേക്കണെല്ലാം, കട്ട് ചെയ്തിട്ടല്ല. ഒരു റൗണ്ട് ഇടി എന്ന് പറഞ്ഞ റൗണ്ട് ഇടിയാണ്. ഇടി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാം, അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയിട്ടുണ്ട്. അതാ പടം കാണാൻ മനസ്സിലാവും. അതാണ് അതിന്റെ USP എന്ന് പറയുന്നത്. അല്ല, അങ്ങനെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്, അങ്ങനെ എടുത്തിട്ടുള്ളത്, അവരെ മേക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ സീൻ എടുക്കാൻ നേരത്തെ ഇവർക്ക് സീൻ ഉണ്ടാവില്ല. അപ്പൊ ഒരുത്തൻ പട്ടീസും ചുറ്റി നടക്കണ്, ഒരുത്തൻ കൂടെ ഐസും വെച്ച് നടക്കണ്, ഒരുത്തൻ കിടന്ന് നിലവിളിക്കണ്. കാരണം ഇടിയിട്ട് തൂക്കിയിട്ടേക്കണവരാണ് ഇവര് അഭിനയിക്കാൻ വന്നേക്കണെന്ന് പോലും ടോവിനോ പറഞ്ഞാല് പുതിയതായിട്ട് ഇടികൊള്ളാൻ വന്ന ആളുകളാണ്. ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഈ ഷൂട്ടില്ലാത്തവർക്ക് ട്രെയിനിങ് ഉണ്ട്, അപ്പൊ ജിമ്മിന് പോണം. ഞങ്ങൾ മാത്രമാണ് പഠിച്ചിട്ടുണ്ടോന്ന് പറയും, വേർത്ത് നിൽക്കാൻ വേണ്ടിട്ടേ. അപ്പൊ പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മുടെ ആലപ്പുഴ ജിംഖാന കാണുക, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും, നല്ലൊരു എന്റർടൈനർ ആയിരിക്കും. അപ്പോൾ കണ്ട് വിജയിപ്പിക്കുക, ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ വീണ്ടും അടിപൊളി സിനിമയായിട്ട് ഖാലിദ് റഹ്മാൻ ടീം വരാൻ പോവാണ്. നസീർക്കയും എല്ലാവരും ആയിട്ട് എന്താ കോച്ചുകളാണ്, 2 കോച്ചുമാരാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. കൂടെ ഒരു ആരുണ്ട്, ചന്തു. അപ്പോ നമുക്കിനി എന്ത് വിസ്മയമാണ് നമുക്ക് സ്ക്രീനിലേക്ക് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് എന്ന് കാണാം, വെക്കേഷനിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും വന്നതിൽ ഒരുപാട് നന്ദി. എല്ലാവിധ വിജയങ്ങളും നേരുന്നു സിനിമയ്ക്ക്. എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും ഈ പടത്തിനുണ്ടാകാൻ ഒരുപാട് സന്തോഷം.